3 പേർ അവർ രജീന്ദ്ര നഗറിലുള്ള അശാസ്ത്രീയമായി നിർമ്മിച്ച ഈ പരിശീലന കേന്ദ്രത്തിൻ്റെ താഴത്തെ ഫ്ലോറിൽ ലൈബ്രറിയിൽ നിന്ന് പഠിക്കുമ്പോൾ ഇരിച്ചെത്തിയ വെള്ളം തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവനെടുത്തതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ദില്ലിയിൽ അധികാരികളുടെ മുന്നിൽ അവരുടെ കണ്ണു തുറപ്പിക്കാൻ നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അണപൊട്ടി രോഷമൊഴുകുന്ന കാഴ്ച. സ്വാതി മലിവാൾ അടക്കമുള്ളവർ ഇപ്പോൾ സ്ഥലത്തുണ്ട്. വികാരാധീനരായ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. മുതിർന്ന ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തണം. കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത്. വിദ്യാർത്ഥികൾ പിൻവാങ്ങണമെന്ന് പോലീസുകാർ പറയുന്നു. പക്ഷേ പിൻവാങ്ങാതെ വിദ്യാർത്ഥികൾ സംഭവസ്ഥലത്ത് തുടരുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥരെത്തരം. സ്വാതി മലിവാൾ അടക്കമുള്ള MP-മാരും ഈ വിദ്യാർത്ഥികൾക്കൊപ്പം പ്രതിഷേധത്തിന്റെ മുൻനിരയിലുണ്ട്. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വിമത ശബ്ദമായി നിൽക്കുന്ന സ്വാതി മലിവാളിന്റെ സാന്നിധ്യവും സ്ഥലത്തുണ്ട് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ദില്ലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഓൾഡ് രജീന്ദർ നഗറിലുള്ള IAS സ്റ്റഡി സർക്കിളിൽ ഇന്നലെ വെള്ളം കയറി ഗ്രൗണ്ട് ഫ്ലോറിലെ 3 വിദ്യാർത്ഥികളുടെ ജീവനാണ് എടുത്തത്. അതിലൊരാൾ മലയാളിയാണ്. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. അല്പസമയം മുമ്പ് ഈ വാർത്ത പുറത്തുവിട്ട റിപ്പോർട്ടറാണ്. വലിയ പ്രതിഷേധം ആ സംഭവ സ്ഥലത്തുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന്റെ തത്സമയ കാഴ്ചകൾ എത്തിച്ചിരുന്നു. നമ്മളോട് മാത്രമാണ് വിദ്യാർത്ഥികൾ പ്രതികരിക്കാൻ തയ്യാറായത്. ലൈവ് കൊടുക്കുകയാണെങ്കിൽ മാത്രമെന്നൊരൊറ്റ ഉപാധിയാണ് വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നത്. മറ്റൊരു മാധ്യമങ്ങളോടും ലൈവ് കൊടുക്കാതെ പ്രതികരിക്കില്ല എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. നമ്മൾ ലൈവായി തന്നെ അവരുടെ പ്രതികരണം കാണിച്ചു. വിദ്യാർത്ഥികളുടെ പരാതികളിൽ ഒന്ന്, മുതിർന്ന ഉദ്യോഗസ്ഥരെത്തിയിട്ടില്ല. പരാതി നമ്പർ 2, എന്തുകൊണ്ടാണ് ഇത്തരം അശാസ്ത്രീയമായ നിർമ്മാണം നടത്തിയ റാവു IAS സ്റ്റഡി സർക്കിളിനെതിരെ കേസെടുക്കാത്തത്? 3, അശാസ്ത്രീയമായി ഈ ഓട നിർമ്മാണം നടത്തിയ ഓട നിർമ്മാണം അശാസ്ത്രീയമായി തന്നെ പാതി വഴിയിലിട്ട് പോയ ഡൽഹി സർക്കാരിനെതിരെ നടപടി വേണം തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ അതിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യം അറിയിക്കണം. ഒരാൾ പോലും ഈ വിവരം തങ്ങളോട് പറയുന്നില്ല എന്നതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. വികാരാധീനരായാണ് വിദ്യാർത്ഥികൾ പ്രതികരിച്ചത്. കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ്. BJPയുടെ ശക്തമായ പ്രതിഷേധവും ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ ദില്ലിയിൽ BJPയുടെ പ്രതികരണവും വന്നു കഴിഞ്ഞു. നമുക്കിപ്പം വിനീത വേണു കൂടി ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ആദിൽ പാലോട് ഡൽഹിയിൽ നിന്നുമുണ്ട്. കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. എറണാകുളത്ത് ഈ നമ്മളുടെ പ്രിയപ്പെട്ട നവീൻ്റെ വീട് എവിടെയാണ് എന്നത് അന്വേഷിച്ച് കണ്ടെത്താൻ എറണാകുളം ബ്യൂറോയും ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും.